13 പേര് സഞ്ചരിച്ച ട്രാവലർ 13ാം വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് അധ്യാപകർ ഉൾപ്പെടെ 9 പേർ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ പാങ്ങ് GLP സ്കൂളിലെ അധ്യാപകരും അധ്യാപികമാരാണ് ഭൂരിപക്ഷം. പാചക തൊഴിലാളി ഉൾപ്പെടെ ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണി മുതൽ ഞാൻ നിൽക്കുന്ന ഈ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പന്തലിൽ 9 മൃതദേഹങ്ങളും 10,000-കണക്കിന് ആളുകൾ അന്തിമ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഇപ്പോൾ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം അവരവരുടെ വീടുകളിൽ അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവസരം നൽകി. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് ഖബറടക്കത്തിലേക്ക് പോകണം എന്ന ധാരണയിലാണ് അവർ കൊണ്ടുപോയത്. ഇവിടെ രാവിലെ മുതൽ 6 മണി മുതൽ ജനങ്ങൾ തടിച്ചു കൂടുകയായിരുന്നു. ഒരു നാട് എങ്ങനെയാണ് അധ്യാപകരോട് അധ്യാപികമാരോട് പ്രത്യേകിച്ച് അവരെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകി അവരുടെ കളിയിലും ചിരിയിലും എല്ലാറ്റിലും പങ്കാളികളായി ഒരു നാട് ഒന്നടങ്കം അവരെ ഞെട്ടിപ്പിച്ച ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അപകടം, അതിലുള്ള അവരുടെ വേർപാട്, ഒരു ട്രാവലറിൽ പോയി 9 ആംബുലൻസിലായിട്ട് തിരിച്ചെത്തിയിട്ടുള്ള ആ മൃതദേഹങ്ങൾ അവരെ കാണുന്നതിന് അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് 10,000-കണക്കിന് ആളുകൾ ഒത്തുചേർന്നു എന്നുള്ളതും നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരുടെ ജീവിതം സ്വാഭാവികമായിട്ടും ആക്കി വച്ചിട്ടുള്ളത് അവരുടെ സ്മരണകളാണ്. ആ കുടുംബാംഗങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മുടെ എല്ലാം നാടുകളിലെ സ്കൂളുകളിലെ അധ്യാപകരെയും കുട്ടികളെയും പോലെ ഇവിടെയും ഈ GLP സ്കൂളിലെ പാങ്ങ് GLP സ്കൂളിലെ അധ്യാപകർ, പാചക തൊഴിലാളി ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്ത് ആ യാത്രയുടെ ഒരു ഘട്ടത്തിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ വരുന്ന വഴിക്ക് ബഹുമാന്യനായ മന്ത്രി സഖാവ് ശിവൻകുട്ടിയെ ബന്ധപ്പെട്ടിരുന്നു. ശിവൻകുട്ടി നേരത്തെ തന്നെ ഇവിടെ എത്തി. കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ, അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ അവരെ സഹായിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ ഗവൺമെൻറ് പറഞ്ഞതുപോലെയുള്ള ഇടപെടലുണ്ടാവണം. അതുപോലെ തന്നെ ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവർ, ബാക്കി അവശേഷിക്കുന്നവർ ആശുപത്രികളിലായിട്ടാണ് ഉള്ളത്, കുട്ടികൾ ഉൾപ്പെടെ. അവരുടെ എല്ലാം വളരെ വേഗം അവരുടെ എല്ലാം അസുഖം ഈ അപകടത്തിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ മരണപ്പെട്ട, നമ്മെ വിട്ടുപിരിഞ്ഞ, നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിയ ഈ 9 പേരുടെയും അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, നാട്ടുകാരാകെ വലിയ വേദനയിലാണ്. ആ വേദനയിൽ പങ്കുചേരുന്നു. അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. നമ്മുടെ നാട് അഭിമുഖീകരിച്ച ഇത്തരം ദുരന്തങ്ങളെ
അവശേഷിക്കുന്നവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹം ഈ വേദനകൾ മായ്ച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള സാംസ്കാരികമായ ഒരു തലം ഈ കേരളത്തിലുണ്ട്. ആ തലത്തിൽ നമുക്കെല്ലാം തീർച്ചയായിട്ടും ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കാനും നമ്മുടെ പുതിയ തലമുറയെ ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന പാവപ്പെട്ട നമ്മുടെ കുട്ടികളെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി രൂപപ്പെടുത്താനും സാധിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവണം. ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എന്തൊക്കെയാണോ സഹായങ്ങൾ ഉണ്ടാവേണ്ടത് ആ സഹായങ്ങൾ മുഴുവൻ നൽകാൻ തയ്യാറാവണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വേർപാടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ എല്ലാവരുടെയും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒന്നുകൂടി അനുശോചനം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.